ഒരു കാരണവശാൽ പറയാൻ പാടില്ലാത്ത സ്വന്തം അനുഭവത്തിലൊന്ന് വരട്ടെ. സമ്മതിക്കുമോ ഇവർ സമ്മതിക്കുമോ? സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കുമോ? അതിനനുവദിക്കുമോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അപ്പോൾ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് ഗുരുതരമായ സ്വന്തം ചെയ്ത തൊഴിലിനോടും ചെയ്യുന്ന പ്രവൃത്തിയോടുമുള്ള ഒരു അനാദരവും അല്ലെങ്കിൽ അതിൽ എത്ര നിസ്സാരമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇതിൽ പോലീസ് സഹായം, പോലീസിൻ്റെ അല്ലെങ്കിൽ തന്നെ കേസിലേക്ക് ഇത് പോകും. അതുകൊണ്ട് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് നൽകപ്പെടും. ഒരു കാര്യം കൂടി, ഒരു മെഡിക്കൽ ബോർഡ് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഒരു മെഡിക്കൽ ബോർഡ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ആയിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ അതിൻ്റെ മറ്റ് സർജറി ഉൾപ്പെടെ അത് സ്വകാര്യ ആശുപത്രിക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കത്ത് നൽകും. ACS കത്ത് നൽകും. മറ്റൊരു കാര്യം, നെടുമങ്ങാട് ആശുപത്രിയിൽ ഡോക്ടർ സസ്പെൻഡ് ചെയ്തു, സ്ഥലം മാറ്റി. പക്ഷേ ആ ആശുപത്രിയിൽ ഇപ്പോൾ DGMയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ഡോക്ടർമാർ ഈ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പിൻവലിക്കണമെന്ന് ആവശ്യം. ഇങ്ങനെയാണ് ആരോഗ്യവകുപ്പ് എടുത്ത ഒരു അച്ചടക്ക നടപടിക്ക് മേൽ സംഘടനയ്ക്ക് വിരുദ്ധ പ്രതിഷേധിച്ചുകൊണ്ട് ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് രോഗികളെ ബുദ്ധിമുട്ടിക്കാനാകാം. നോക്കൂ, ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മളിപ്പോൾ സർക്കാർ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമീപകാലത്തുള്ളൊരു കേസിൽ KAT പറഞ്ഞു ഈ സർക്കാർ സസ്പെൻഷൻ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. സർക്കാർ നിലപാടെടുത്തു, ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്നുള്ള നിലപാടെടുത്തു. അപ്പോൾ ഈ നെടുമങ്ങാട് കേസിൽ പ്രഥമമായിട്ടുള്ള റിപ്പോർട്ട് തന്നു. അതിനുശേഷം വിദഗ്ധ സമിതിയുടെ ഒരു അന്വേഷണം നടത്തി. അവിടെ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണ വിധേയമായിട്ടും സ്വീകരിച്ച നടപടിയാണ്. ആ നിലയിൽ അതിനെ ഒരു സമരം നടത്തി സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ള നിലയിലല്ല, രീതിയല്ല. അത് എന്താണ് എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഉൾപ്പെട്ട് സസ്പെൻഷനിലേക്ക് പിന്നാലെ അവർ ഇപ്പോഴും സമരത്തിലാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും ആലപ്പുഴയിൽ ഒരു വിഷയം വരുന്നത്. ഈ റിപ്പോർട്ട് തേടൽ മാത്രം ഒരു ശാശ്വത പരിഹാരമാകില്ല. ഹർഷിനയുടെ കേസിൽ റിപ്പോർട്ട് തേടൽ മാത്രമാണോ ഉണ്ടായേ? ഹർഷിനയുടെ കേസ് എന്നുണ്ടായതാണ്? അല്ല, ഹർഷിനയുടെ കേസ് എന്നുണ്ടായതാണ്. ഹർഷിനയാകട്ടെ ഇപ്പോൾ 3 കേസാണ് ഈ കാലഘട്ടത്തിൽ എൻ്റെ അറിവിലുള്ളത്. ഒന്ന് ഹർഷിനയുടെ, പിന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, അതും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു കത്രിക വെച്ചതായിട്ട് പത്രങ്ങളിൽ കണ്ടു. 3ാമത്തേത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ്. ഹർഷീനയുടെ വിഷയം, ഹർഷീന 2017 അവസാനമായിട്ട് സിസേറിയൻ ചെയ്തത്. അപ്പോൾ ഹർഷീന പറഞ്ഞ കാര്യം അതിന് മുൻപാണോ 2017, 2014 17 അറിയില്ല എന്നാണ് ആദ്യം ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ 2017 ഹർഷീന പറഞ്ഞത് സർക്കാർ അത് മുഖവിലക്കെടുത്തു. അതിനുശേഷം പല അന്വേഷണങ്ങൾ വെച്ചു. പക്ഷെ അതിലൊന്നും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി ഒരു ഗവൺമെൻറ്റിന് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? ആദ്യം ഇതിലൊരു മന്ത്രിസഭയിലേക്ക് ഈ ഒരു വിഷയം കൊണ്ടുവന്നിട്ട്, ഞാൻ കോഴിക്കോട് പോയതിനു ശേഷം സ്വീകരിച്ച 2 നടപടികളാണ്. ഒന്ന്, മന്ത്രിസഭയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിട്ട് ഒരു സമാശ്വാസം എന്നുള്ള നിലയിൽ ആദ്യം ഒരു 2 ലക്ഷം രൂപ അനുവദിച്ചു. അത് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമാണ്. 2, പോലീസിന് ഇത് കൈമാറുക എന്നുള്ളതാണ്. പോലീസിന് കൈമാറി പിന്നെ അടുത്ത വകുപ്പിലേക്ക് വന്ന കാര്യം എന്താണ്? ഈ ആരോഗ്യ പ്രവർത്തകരെ, ഇൻവോൾവ് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുവാദം വകുപ്പിൻ്റെ തേടി. ആ അനുവാദം സർക്കാർ കൊടുത്തു. അതായത് 2-3 അന്വേഷണങ്ങൾക്ക് ശേഷം ഈ കത്രികയുടെ എന്നാണെന്നുള്ളതൊന്നും നിശ്ചയിക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ വകുപ്പിൻ്റെ അന്വേഷണത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതുകൊണ്ടും പോലീസിലേക്ക് കൈമാറുകയാണ് ഉണ്ടായത്. പോലീസ് ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി. അത് 2ാമത്തെ കാര്യം. അതിൽ അനുവാദം നൽകി. ഇപ്പോൾ കേസ് നടക്കുകയാണ്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കേസിൻ്റെ ബഹുമാനപ്പെട്ട കോടതി എന്ത് തീരുമാനിക്കുന്നോ അതിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഈ കാലഘട്ടം നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു, അത് UDF കാലമാണെങ്കിലും LDF കാലമാണെങ്കിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഇടപെട്ട് നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2017 കോഴിക്കോടുണ്ടായ സംഭവമാണെങ്കിലും
ഇപ്പോൾ ഈ 5 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിലുണ്ടായ സംഭവം ആണെങ്കിലും ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അത്രയും വേദന ഒരാൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഉത്തരവാദികളായവർ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു സ്ഥിതി അത് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് അത് സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ തന്നെ പ്രഥമ വിവരം എന്താണെന്നുള്ളത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നേടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് അവിടേക്ക് പോയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് കൂടി ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം പണം കൊടുത്തായി പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുമ്പോൾ അവിടെ പോയി കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഇനി ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രൊസീജിയേഴ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിട്ട് കാണുന്നു. അപ്പോൾ ഇതെല്ലാം വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. ഇതൊക്കെ ആ ആരോഗ്യ പ്രവർത്തകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക, HR അവിടെ ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പാക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വീഴ്ചകൾ ഇൻഡിവിജ്വൽസിനുണ്ടാകുന്ന വീഴ്ചയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചയാണ്. ആ വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചകളിൽ അതിൽ നടപടി സ്വീകരിച്ചതിന് മുന്നോട്ട് പോകും. അതിൽ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഈ കേസിലും അങ്ങനെ തന്നെയാണ്. അതിൽ കൃത്യമായി ഇന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ആ റിപ്പോർട്ട് നൽകണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്യും. ഇന്നത്തെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സർക്കാർ നോക്കും.